പ്രൊഡ്യൂസറാണ് ഡോക്ടർ അമർ. എനിക്ക് പടം കണ്ട് കഴിഞ്ഞപ്പോൾ തോന്നിയത് ഇതിനകത്ത് ഒരു നായകൻ മാത്രമല്ല, ഇതിൻ്റെ VFX അല്ലെങ്കിൽ ഈച്ചയെ ചെയ്ത ആളും അതേപോലെ 3D ചെയ്ത ആളും, ഈ രണ്ട് ടീമും ഇതിനകത്ത് നായകന്മാരാണ്. അല്ലെങ്കിൽ ഈ പടം ഇത്ര വർക്കൗട്ട് ആവില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കറക്റ്റല്ലേ? ഇപ്പം അനീഷിനും അതേപോലെ 3D ചെയ്ത ടീമിനും എത്ര നന്ദി പറഞ്ഞാലും, പക്ഷെ ഇതൊരു ടീമാണല്ലോ, ഒറ്റയ്ക്കല്ലല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം ഈ ആളുകൾ ഇല്ലെങ്കിൽ ഇതൊരിക്കലും ഇത്രയ്ക്കൊരു റീച്ചിലേക്ക് വരില്ല എന്നുള്ളതാണ്. പിന്നെ ഈച്ച വർക്കൗട്ടായി എന്ന് എനിക്ക് ശരിക്കും തോന്നിയത്, ഈച്ച മരിച്ചു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ബ്രദറിൽ കണ്ട മോൻ ഭയങ്കര കരച്ചിൽ. അപ്പം ആ ഇമോഷൻസ് ആളുകളിലേക്ക് എത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു നോർമൽ സ്ക്രീനിൽ നിന്നൊരു 3D സ്ക്രീനിലേക്ക് ഗ്രാഫ് ഉണ്ടല്ലോ, അതിൽ പ്രേക്ഷകർ എത്രത്തോളം ഇത് വർക്കൗട്ട് ആവുന്നൊരു ഇതുണ്ടാവുമോ? അതെങ്ങനെയുണ്ടാവും? പേടി ഉണ്ടായിരുന്നോ? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 3D ചിത്രത്തിന്റെ ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ ചെറുപ്പം മുതൽ 3D സിനിമകൾ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും ഒരു 3D സിനിമയുടെ ഭാഗമാകാൻ പറ്റും. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ദിലീഷേട്ടൻ നേരത്തെ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞ പോലെ ഇതില് 3D എന്നുള്ള പ്ലാൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നതാണ്. അപ്പൊ അത് കുറച്ചും കൂടെ നമ്മള് എന്താ വ്യൂയിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചുമ്മാ ഒരു 3D പടത്തിന് വേണ്ടി 3D ആക്കിയതല്ല. ഈച്ച എന്നുള്ള ഈച്ചയുടെ അനിമേറ്റഡ് പോർഷൻസും അല്ലെങ്കിൽ ഈച്ച എന്നുള്ള ക്യാരക്ടർ കുറച്ചും കൂടെ പ്രേക്ഷകരിട്ട് എത്താനും അതൊന്ന് ഇമേഴ്സീവ് ആവാനുമാണ് നമ്മൾ 3D ആക്കിയത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പേടി ഉണ്ടായിരുന്നില്ല. അതെ, ഈ ഒരു സംസാരിക്കുന്നുള്ള ഒരു ഈച്ച എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടപ്പോ. പിന്നെ പറഞ്ഞാലും ഭയങ്കര അടിപൊളി ടീമാണല്ലോ. ദിലീഷ് ചേട്ടൻ ഡയറക്ട് ചെയ്യുന്നു, ആഷികേട്ടൻ ക്യാമറ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു എന്താ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെ പോകും ഈച്ച. പിന്നെ ഉണ്ണിച്ചേച്ചി എനിക്കെപ്പോഴും വോയിസ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഇല്ലെങ്കിലും എനിക്ക് ചേച്ചി വോയിസ് തരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആസ് എ ടീം നമ്മളത് ഫിഗർ ഔട്ട് ചെയ്തു. നമുക്ക് ആ ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഈച്ച പിന്നെ ഒരു സ്ഥലത്ത് നിൽക്കില്ല, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പടം കൊണ്ട് മനസ്സിലായില്ലോ. അപ്പൊ അത് കുറച്ച് ട്രിക്കി ആയിരുന്നു. പക്ഷെ ആസ് എ ടീം എല്ലാവരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല, ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ പ്രോസസ്സ്. സമയത്ത് മാർക്കറ്റിന്റെ ഒരു കിളി പാറുന്ന ഒരു പെർഫോമൻസ് കാണാം, കിളി പോയ ഒരു ക്യാരക്ടറിനെ ഒരു ട്രാൻസ് മോഡ് അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ അങ്ങനെ ഇതുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടിരുന്നു? അങ്ങനെ ഞാൻ കണ്ടില്ല. അങ്ങനെ കിളി പോയ ഒരു ക്യാരക്ടറല്ല, കുറച്ച് ഡ്രീമി ആയിട്ടുള്ളൊരു കുറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ട് കുറച്ച് എന്താ പറയാ ഒരു കുറച്ച് ലോസ്റ്റ് ആവും. പക്ഷെ എന്നാലും ഒരു ഡ്രീമി ബോയ് ആണ് ബോണി. കിളി പോയി നടക്കുന്നതായിട്ട് തോന്നുന്നില്ല. ഒരു കേസിന്റെ ആസ്പദമായിട്ട് വരുന്ന സംഭവമാണുള്ളത്. അപ്പൊ ആ കേസിൻ്റെ ഉള്ള ആ ഒരു സംഭവം അതല്ലാതെ മറ്റൊരു കേസാണെങ്കിൽ അത് കുറച്ചുകൂടി കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി കണക്റ്റ് ആവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതെന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം തന്നെ എടുക്കാൻ കാരണം? ഇതിന് ഒരു ഇപ്പം നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു മറ്റൊരു കേസാണെന്നുണ്ടെങ്കിൽ ഇതൊരു സോഷ്യൽ റിലവൻസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു സബ് ടെസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ ആ സബ് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ മാത്രം ഇതൊരു വളരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു പടമല്ല. ഒരു 13+ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പടമാണ്. അല്ലാതെ ഇതൊരു നമ്മളൊരു പൂർണ്ണമായും കുട്ടികളുടെ ചിത്രമെന്ന അവകാശവാദമില്ല. അപ്പം ഇത്തരത്തിലുള്ള കണ്ടന്റുകളും കാര്യങ്ങളും പറയുന്നത് സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു റിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം ഇതിന് പകരം നമുക്ക് മറ്റെന്തെങ്കിലും ഒരു എലമെന്റ് വെച്ചൊരു കേസിലകത്ത് പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ മറ്റുള്ള സബ് പ്ലോട്ടുകൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയാൽ മാത്രമേ ഇത്തരത്തിലുള്ള സാധനത്തിലേക്ക് പറ്റൂ. നമ്മളിതിനെ ഒരു ആനിമേറ്റഡ് ക്യാരക്ടറിനെ ആളുകൾ വിചാരിക്കുന്നത് ഇതൊരു കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഏരിയ ആണെന്നൊരു ധാരണ ഒരു പൊതുധാരണയുണ്ട്. അതല്ല, അഡൾട്ടായിട്ടുള്ള ആളുകൾക്കും ഇതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമ്പോൾ അത്തരത്തിലുള്ള കണ്ടന്റുകൾ അവരിലേക്ക് വരണം. അല്ലാതെ നമ്മളൊരു പൂർണ്ണമായ ഒരു ഫാന്റസി സിനിമയായിട്ട് അതിനെ വെച്ചാൽ അത് അങ്ങനെ ഇരിക്കും. അത് അങ്ങനെ ഒരു സിനിമയല്ല ഇതിൻ്റെ ഒരു ബേസ് ഐഡിയ. അപ്പം അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കണ്ടന്റിലേക്ക് പോയത്. ചെയ്യാന്നുള്ള വേറെ ഇൻസെക്ടിനെ ഒന്നും ഉപയോഗിക്കാതെ ഹൗസ് ഫ്ലൈ തന്നെ വീണ്ടും കൊണ്ടുവരാൻ ആ ഒരു തീരുമാനം
ആക്ച്വലി ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഐഡിയ, ഒരു ഷോർട്ട് ഫിലിം ഐഡിയ. അപ്പോൾ ആ ഐഡിയയിൽ, ആ കഥയിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. അപ്പം പുള്ളി ഐഡിയ പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഹൗസ് ഫ്ലൈ ആയിരുന്നു. പിന്നെ നമ്മളതിനെ മാറ്റേണ്ടതെന്ന് വെച്ചു പറ്റുക. കാരണം എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര ഡേർട്ടായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഈച്ച. ഒരു പക്ഷേ ഈച്ച മനുഷ്യനെ പോലെ തന്നെയാണ്. മനുഷ്യൻ ഉറങ്ങുമ്പോൾ ഈച്ച ഉറങ്ങും, മനുഷ്യൻ എഴുന്നേൽക്കുമ്പോൾ ഈച്ച ഉറങ്ങും. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ജനറ്റിക് ക്ലോക്ക് അങ്ങനെ തന്നെ. അപ്പം നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമുക്ക് എപ്പോഴും കാണാവുന്ന, വിസിബിളായിട്ട് കാണാവുന്ന നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഇൻസ്ട്രക്റ്റിനെ നമ്മൾ എടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ അതിന് റിലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം അതുകൊണ്ട് ഈച്ചയിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടുണ്ട്. പലപ്പോഴും ഈ സിനിമയിൽ അതായത് ലൗലിയും ഈ ബോണിയും തമ്മിൽ ഒരു പ്രണയമാണോ സൗഹൃദമാണോ, അതെന്താണ് ആ ഒരു സൗഹൃദം? ഒരു പ്രണയം എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. കാരണം ആ ഒരു തരത്തിലേക്കല്ല അത് അതിൻ്റെ റിലേഷൻ. നമുക്ക് അങ്ങനെ തോന്നും, അതായത് കുറച്ചും കൂടെ ഡെപ്ത് ഫീൽ പോലെ തോന്നും. അത് ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് അങ്ങനെയാണ്. ആ ക്യാരക്ടേഴ്സ് രണ്ടുപേരും ബേസിക്കലി അങ്ങനെ തന്നെയുള്ള ആളുകളാണ്. അവർ പറയുന്നത് ഒരു പ്രണയമല്ല, നമുക്ക് തോന്നാം അങ്ങനെ ഒരു ലെയർ ഇല്ലെന്ന് തോന്നാം. പക്ഷെ അതൊരു സൗഹൃദത്തിലേക്ക് നമ്മൾ മാത്രം ആലോചിച്ചാൽ ആ ഒരു ലെയർ തന്നെയാണ് നിൽക്കുന്നുള്ളൂ. ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ട ഒരാളുടെ ഫീലിംഗ് മാത്രമേ ഉള്ളൂ ബോണിയിൽ കാണുന്നത്. അതുപോലെ തന്നെ തിരിച്ചുണ്ടാവും. ഈ ചിത്രം 3D എന്നതല്ലാതെ പ്രേക്ഷകരിൽ ആകർഷിക്കുന്ന മെയിൻ ഒരു എലമെന്റ് എന്തായിരിക്കും? അല്ലെങ്കിൽ പ്രേക്ഷകർ കണ്ടിരിക്കണം എന്ന് പറയാനായിട്ട്? കണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന കഥകളിൽ ഒരു ബോയ് മീറ്റ് എ ഗേൾ, ഗേൾ മീറ്റ് എ ബോയ് തുടങ്ങിയ കഥകളാണ് കാണുന്നത്. ഇതൊരു ബോയ് മീറ്റ് എ ഫ്ലൈ എന്ന് പറയുന്നതിൽ പുതിയൊരു എലമെന്റ് ഉണ്ട്. അപ്പം അതെന്തായാലും ഒരു പുതിയതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് കാണാം. നമ്മുടെ ഈ 3Dയുടെ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമുക്ക് യൂസർ ടെസ്റ്റുകളുണ്ട്, അങ്ങനെ പല പല ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അത് ക്ലിയർ ആവില്ല. അപ്പം നമ്മുടെ വർക്ക് ഫിനിഷ് അയച്ചിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റിക്കൊണ്ടിരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തേക്ക് തീരുന്നില്ലായിരുന്നു ആദ്യമായിട്ടാണ്. പിന്നെ ഫൈനലി നമുക്ക് ഏകദേശം ഒരു സമയം വന്നത് ഇപ്പോഴാണ്. പിന്നെ ഒരു തിയേറ്റേഴ്സും നമ്മുടെ ഒരു ഡേറ്റൊക്കെ ഒരു വെക്കേഷൻ ടൈമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് നമ്മളൊരു 16th ലാൻഡ് ചെയ്തു. ലൗലിയുടെ സൗണ്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. അത് ആ ഒരു മോഡുലേഷനിലേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ്. ആക്ച്വലി ഉണ്ണിമായാണ് ലൗലിയായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. ഉണ്ണിമായ തന്നെ പ്രസൻസിലുണ്ട്. ഉണ്ണിമായാണ് ഉണ്ണിമായുടെ ഫീച്ചേഴ്സും ഉണ്ണിമായുടെ ടോക്കിംഗ് സ്റ്റൈൽസ് ഒക്കെയാണ് നമ്മൾ അതിനകത്തേക്ക് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സൗണ്ട് നമ്മൾ ശിവാംഗി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ചെയ്തിട്ടുള്ളത്. ശിവാംഗി കൃഷ്ണകുമാറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ വോയിസ് കുറച്ച് ഏജ് വൈസ് കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ആസ് എ ഉണ്ണിമായാണ് നമ്മുടെ റെഫറൻസ് ക്യാരക്ടർ ലൗലിയുടെ എല്ലാ ഷോട്ടുകളിലും ഉണ്ണിമായ അഭിനയിച്ച് അത് നമ്മൾ ക്യാപ്ചർ ചെയ്ത് അത് വെച്ചിട്ടാണ് ലൗലി അനിമേറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ടിങ് സത്യം പറഞ്ഞാൽ എല്ലാ ഷോട്ടുകൾക്കും ആക്ടിങ് ഒരു സെഷൻ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആക്ട് ചെയ്ത ശേഷം അതിനെ വെച്ചിട്ട് അതിനെ റെഫറൻസ് ആക്കി വെച്ചിട്ടായിരുന്നു ഒരു ക്യാരക്ടറിനെ അനിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഉണ്ണിമാവ് ചെയ്യുന്ന എന്തൊക്കെ ആക്ടിങ് ആണ് ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വരുന്നത് അതിനെ അതേപടി എടുത്ത ശേഷം അതിനെ എങ്ങനെ ഈച്ചയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് നടന്നത്. അപ്പോൾ ക്യാരക്ടറായിട്ട് ആദ്യമേ ലൗലി എന്നൊരു ഇമേജ് വെച്ചത് ഇവരുടെ ഉണ്ണിമാവിയുടെ ആക്ടിങ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ആക്ച്വൽ ലൗലി. നമ്മളതിനെ 3D കാണുമ്പോൾ അങ്ങനെയാണെന്നോ എന്നുള്ളതേ ഉള്ളൂ. അതാണ് അങ്ങനൊരു വർക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഇടയ്ക്ക് പറയുമായിരുന്നു, അതായത് നിങ്ങളാരെങ്കിലും ഒരു പടം ചെയ്യണമെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാമെന്ന് തോന്നുന്നു. പിന്നെ ഒരു അവസരം കിട്ടിയപ്പോൾ മുതലാക്കി. ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇപ്പോൾ ആശികേട്ടൻ എന്നുള്ള ഡയറക്ടറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യണമെന്ന് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ക്യാമറമാനായിട്ട് ആശികേട്ടൻ പോലെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ ഒരു പിന്നെ ഇവരുടെ ഡൈനാമിക്സ് കാണാനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഇവർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ റൈറ്റർ എന്നൊക്കെ ഉള്ള രീതിയിൽ നിന്ന് മാറി ഇപ്പോൾ ദിലീഷ് ചേട്ടൻ ഡയറക്ടർ റൈറ്ററും ആശികേട്ടൻ ക്യാമറയും ചെയ്യുമ്പോൾ അവരുടെ ഒരു കെമിസ്ട്രി ഭയങ്കര രസമായിരുന്നു. പിന്നെ ആശികേട്ടൻ പ്യുവർലി ആസ് എ സിനിമാറ്റോഗ്രാഫറാണ് ഇതിൽ വർക്ക് ചെയ്തേക്കുന്നത്. കാരണം ഇപ്പോൾ ആശികേട്ടൻ ഒരു ഡയറക്ടറാണ്. ആശികേട്ടൻ വേണമെങ്കിൽ നമുക്ക് സജഷൻസ് തരാം, അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഓൾസോ ഇൻവോൾവ് ആവാം. പക്ഷെ ആശികേട്ടൻ പ്യുവർലി ആസ് എ സിനിമാറ്റോഗ്രാഫറാണ്. എപ്പോഴും ക്യാമറയുടെ ബാക്കിലിരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു ആശികേട്ടനൊപ്പം. പല സിനിമകളിലും ഇതിനു മുമ്പുണ്ടായിരുന്ന പല സിനിമകളിലും പുള്ളി ഒരു ക്യാമറമാനിലേക്കുള്ള ഒരു ഡ്രൈവ് ഉണ്ടെന്ന് പലപ്പോഴും നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ വന്നപ്പോൾ അങ്ങനെ ആദ്യമായിട്ടൊരു ക്യാമറ ചെയ്തു. പിന്നെ റൈഫിൾ ക്ലബ്ബിൽ പുള്ളി രണ്ടാമതൊരു സിനിമയായിട്ടും അതിലും ക്യാമറ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി ഒരു ക്യാമറമാനായി മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം.
അതെ 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 അതെ. ഇത്ര നല്ലൊരു ക്രൂവിൻ്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യാൻ പറ്റി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പിന്നെ കുമ്പളങ്ങ ഹൈറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഹോം ചെയ്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് ചെയ്ത പടമാണ് ലവ്ലി. അപ്പോൾ ഈ ക്രൂവിൻ്റെ ഒപ്പം തന്നെ മാത്യുവിൻ്റെ ഒപ്പം തന്നെ അഭിനയിക്കാൻ പറ്റി എനിക്ക് നല്ലൊരു കംഫോർട്ടായിരുന്നു. പിന്നെ ആഷിക്കേട്ടൻ ക്യാമറ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ എല്ലാവരും ഉണ്ടായി, കൂളായിരുന്നു. ഞാനും സെയിം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കഥ എന്ന് പറഞ്ഞാൽ, ഞാൻ സെറ്റിൽ ഇങ്ങനെ എൻ്റെ റോളിനെ കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അതായത് ഷൂട്ട് കഴിയാറായി, ഏറ്റവും ലാസ്റ്റത്തെ ഘട്ടം. അപ്പോൾ ഞാൻ ദിലീഷ് ചേട്ടനോട് ഇങ്ങനെ ഒരു കാറിൽ പോണ വഴി, ചേട്ടാ എൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് കുറേ അനാവശ്യ ചോദ്യം ചോദിക്കായിരുന്നു. അപ്പോൾ ദിലീഷ് ചേട്ടൻ പറഞ്ഞ്, നിനക്ക് ആകെ 2 സീനുകൾ അഭിനയിച്ചിട്ട് പെട്ടെന്ന് പോടാ ചോദ്യം ചോദിക്കും. അപ്പം ഭയങ്കര എൻജോയ് ചെയ്തൊരു ഷൂട്ടാണ്. അപ്പം ഭയങ്കര ഭാഗ്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അഭിനയിച്ച പടക്കളം എന്ന് പറഞ്ഞൊരു സിനിമയും തിയേറ്ററുകളിലുണ്ട്. അപ്പോൾ അതേ സമയത്തൊരു മറ്റൊരു സിനിമയും കൂടെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആസ് എൻ ആക്ടർ. അപ്പം പ്രത്യേകിച്ച് ഒരു 3D സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിനി ഭാവിയിലേക്കൊക്കെ പറയാമല്ലോ, നമ്മളൊരു 3D പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്രയും ഭയങ്കര സന്തോഷം തോന്നുന്നു ഒരു ടെക്നിക്കലി ഇത്ര അഡ്വാൻസ് ആയിട്ടൊരു പടത്തിൻ്റെ ഭാഗമാവുകയും. ബാക്കി നിങ്ങൾ പറയുന്നതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു പടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വിഷ്വല് എങ്ങനെ തോന്നി, 3D എഫക്ട്സും സാധനങ്ങൾ എങ്ങനെ തോന്നി എന്നറിയാനും നമുക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ അതാണ്. ശിവാങ്കി ആക്ച്വലി ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. നമ്മൾ തമിഴ് ചെയ്തിരുന്നു, തമിഴ് ഡബ് ചെയ്തിരുന്നു. ആ ഡബ് ചെയ്തത് ശിവാങ്കിയായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ആ സൗണ്ടിനും ഒരു ഇത്തരത്തിലുള്ള ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ, ഒരു എന്താ പറയുക, റീച്ച പോലെ ഒരു ക്യാരക്ടറിന് ആ സൗണ്ട് സ്യൂട്ടബിൾ ആണ്. അപ്പോൾ നമ്മൾ മലയാളം ട്രൈ ചെയ്തപ്പം നന്നായി വർക്കാവുന്നുണ്ട്. അപ്പം അങ്ങനെ ശിവാങ്കി ഇന്നതൊക്കെ ഇന്നായിരുന്നു. ശിവാങ്കി വളരെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്, വളരെ സ്മാർട്ടുമാണ്. അപ്പോൾ എന്തായാലും ശിവാങ്കി വന്നതിൽ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ട്. അതെ അതെ അതെ. ശിവാങ്കി വളരെ അത്ര എന്താ പറയുക, വൈറലായിട്ടുള്ള ഒരാളാണ്. ആ ഉണ്ട്. അടുത്ത ആഴ്ച ശരിയുള്ളൂ. സൈക്കിൾ ക്ലബ്ബ് എന്നൊരു സിനിമ ഇറങ്ങിയതിന് ശേഷം മലയാള സിനിമയുടെ വേറൊരു ഗ്രാഫിലേക്ക് തന്നെ ആ ചിത്രം കൊണ്ടുപോയി. കാരണം അത്രയും സ്ത്രീകൾ ഒരുമിച്ചൊരു വേറെ ലെവലിലേക്ക് കൊണ്ടുവന്നൊരു സിനിമയായിരുന്നു അത്. അതിനുശേഷം വരുന്ന കഥാപാത്രങ്ങളിൽ സിനിമകൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, എത്രത്തോളം ഡെപ്തുള്ള, അങ്ങനെ ഒരു എപ്പോഴും ഉണ്ടാവില്ല നമ്മുടെ ക്യാരക്ടർ ഒരു തവണ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രാഫ് കീപ്പ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. എത്രത്തോളം കെയർഫുൾ ആണ്? അല്ല, എനിക്ക് എക്സൈറ്റിംഗ് ആകുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയ്യുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളതാണ്. അബൌട്ട് ദ സീൻ ആൻഡ് ദ ക്യാരക്ടർ അത്രേ നോക്കുന്നുള്ളൂ സത്യത്തിൽ. ലവ്ലിയിൽ എക്സൈറ്റ് ചെയ്തിരുന്നു. ലവ്ലി ഞാൻ ഭയങ്കര അനിമേഷൻ പടങ്ങൾ കാണുന്ന, എനിക്ക് അനിമേഷനോട് ഭയങ്കര ക്രേസ് ആണ് ആക്ച്വലി. അപ്പോൾ ഒരു അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അഭിനയിച്ച് നോക്കാൻ പറ്റി എന്നുള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആണ്. കുട്ടി സാറ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, അനീഷ് കുട്ടി സാർ. അപ്പോൾ ദിലീപ് പറഞ്ഞിരുന്നത് ലവ്ലിയുടെ ഡാഡിയും മമ്മിയും ഞങ്ങളാണ് എന്നാണ്. സാറ് ഡാഡി, ഞാൻ മമ്മിയുമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു കുട്ടിയെ നർച്ചർ ചെയ്ത് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അതിൻ്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ് എന്ന് നമുക്ക് ടോട്ടലി ഇൻഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ ആ സ്ഥിതിയിൽ ലവ്ലി എനിക്ക് ഭയങ്കര ലേണിംഗ് പ്രോസസ്സിൽ ഭയങ്കര അധികം ഹെൽപ്ഫുള്ളായി നിന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ സ്ക്രീനിലില്ല, എനിക്കറിയാം ഞാൻ സ്ക്രീനിൽ ഉണ്ടാവില്ല എന്നുള്ളത്, പക്ഷെ ഞാൻ ഷൂട്ടിൽ മുഴുവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്തതും ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒരുപാട് ലെയേഴ്സ് ഉണ്ട് ആ പ്രോസസ്സിന്. അപ്പോൾ അത് ഭയങ്കര അടുത്ത് നിന്ന് കാണാൻ പറ്റി, കുട്ടി സാറിൻ്റെ കൂടെ തന്നെ അതിൽ സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഒരു സമൂഹത്തോട് ആ ഒരു കണ്ടന്റ് പറയുമ്പോൾ ആ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ എന്നുള്ളത് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സ്ത്രീക്ക് അങ്ങനെ ഒരാൾ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ ഈ പറയുന്ന പ്രതികരണമാണോ വേണ്ടത് എന്നുള്ള രീതിയിൽ? എനിക്ക് ഇതിനെപ്പറ്റി ഒത്തിരി ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പടം ആൾക്കാർ കാണണല്ലോ. എൻ്റെ ക്യാരക്ടർ ഞാൻ അതിൽ മനസ്സിലാക്കിയത് ആ സിറ്റുവേഷൻ കൊണ്ട് അങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ടി വരുവാണ്. അതും ആ ക്യാരക്ടറും ചിലപ്പോൾ അത് ശരിയാണ് എന്ന് തോന്നില്ലായിരിക്കും, പക്ഷെ വേറെ വഴിയില്ല. അവർക്ക് അവരുടെ സർവൈവലാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനൊരു ഡിസിഷൻ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നമ്മുടെ സൊസൈറ്റി ഒരു സ്റ്റേജിലെത്തണം ഇതിനോടൊക്കെ കംഫർട്ടബിൾ ആവുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനത്തെ ചില വാക്കുകൾ സീക്രട്ട് ആയിട്ടല്ലേ പറയത്തുള്ളൂ, നമ്മൾ ഉറക്കെ പറയില്ലല്ലോ ഇപ്പോഴും.
അപ്പൊ അതൊക്കെ മാറേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം തൊട്ടേ ഞാൻ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ കാണുന്ന ഒരാളാണ്. ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കാണുമായിരുന്നു. പിന്നെ മറ്റേ നമ്മുടെ VCRകൾ അങ്ങനെ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ ഇപ്പോഴും കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലവ്ലിയിലേക്ക് എന്നെ ഓഡിഷൻ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ദിലീഷ് ചേട്ടൻ്റെ ഇതിന് മുന്നേ ഉള്ള കമാർ പട എന്ന് പറഞ്ഞ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു അന്ന് അതിൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോഴൊക്കെ. വർക്ക് ചെയ്യാനും അടിപൊളിയായിരുന്നു. ഐ മീൻ നമുക്ക് ഇങ്ങനെ മിലിന്താണ് കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പം നമ്മൾ കുറച്ച് സീൻസൊക്കെ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് നോക്കുമായിരുന്നു. കൂടെ അഭിനയിച്ച ആക്ടേഴ്സും എല്ലാവരും ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്നവരാണ്. അപ്പം നമുക്ക് ഒത്തിരി പോസിബിലിറ്റി ഉണ്ടായിരുന്നു അഭിനയിക്കുമ്പോൾ. അങ്ങനെ പിന്നെ ആഷിക്കേട്ടനുണ്ട്, മാത്യു ഉണ്ട്, ടീമുണ്ട്, പിന്നെ നമ്മുടെ ജെൻസി ബോയ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. OTT ഓഡിയൻസ്, തിയേറ്റർ ഓഡിയൻസ് അത് തിയേറ്ററിൽ വന്നപ്പോഴും ആ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ചേർന്ന് ആ ക്യാരക്ടറിന് എടുത്തൊരു മീറ്റർ ചിലപ്പോൾ തെറ്റിപ്പോയതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ഇപ്പോൾ ആൾക്കാർ ഓവറാന്ന് പറയുന്നത് ഓവറായിട്ട് തന്നെയാണ്. പിന്നെ ആ ക്യാരക്ടർ ചില സ്ഥലത്തൊക്കെ അവൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ സിറ്റുവേഷൻ ഉണ്ടാക്കിയായിരുന്നു. ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അപ്പൊ അത് ആൾക്കാർക്ക് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത് വർക്കായിട്ടില്ല എന്നുള്ളത് അത് മനസ്സിലാക്കുക എന്നുള്ളത്. അത് ഓഡിയൻസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിന്റെ പ്രശ്നമല്ല, അത് നമ്മൾ ചെയ്തതിന്റെ പ്രശ്നമാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ചിലപ്പോൾ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു. അപ്പൊ അത് നമ്മൾ ആ സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് എടുത്തൊരു ജഡ്ജ്മെന്റ് പ്രശ്നമാണ്. അത്രേ ഉള്ളൂ. ഇല്ല, അത് അല്ല, ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്തൊരു സാധനത്തിന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് വിഷമം വരും. പക്ഷെ അത് മനസ്സിലാക്കി നമ്മളത് എന്തുകൊണ്ടാണത് അവർ പറയുന്നതെന്ന് മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് സക്സസ് ആണെങ്കിൽ നമുക്കൊരു സെക്കൻഡ് പറഞ്ഞോണ്ട് പോവാം. ഒരു എത്ര എടുത്തു, 1 year മുകളിലെടുത്ത് എന്തായാലും. പിന്നെ ഇതിൻ്റെ 3D കൺവേർഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു വേറൊരു ടീം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കുറേ സമയം എടുത്തു. കാരണം ഇത്രയധികം ഷോട്ടുകൾ എടുത്ത് കൺവേർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു നല്ല കാലഘട്ടം എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു 600-700 ദിവസങ്ങൾ തന്നെ എടുത്തിട്ടുണ്ടോ അതിന് ടോട്ടൽ പ്രോസസ്സിന്. ഷൂട്ട് ആക്ച്വലി 51 ദിവസം ഉണ്ടായിരുന്നു. ബാക്കി ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ് ആയിരുന്നു വരുന്നത്. ബഡ്ജറ്റ് എന്താണ് നമ്മുടെ പ്രൊഡ്യൂസർ പൊളി പറയും. ബഡ്ജറ്റ് വിചാരിച്ചത്രയൊന്നും വന്നിട്ടില്ല. അത് ആക്ച്വലി ഡയറക്ടറിൻ്റെയും അനീഷിൻ്റെയും ഒക്കെ എന്താ പറയണ്ടേ അവരുടെ കഴിവാണ്. പറഞ്ഞ ബഡ്ജറ്റിനേക്കാളും മുകളിലൊന്നും പോയിട്ടില്ല. പിന്നെ 3D മാത്രമാണ് നമ്മൾ വിചാരിക്കാതെ വന്നത്. കാരണം മാത്യു പറഞ്ഞ പോലെ ഇതൊക്കെ ലേറ്റർ വന്നൊരു മോഡിഫിക്കേഷൻസ് ആണ്. ബജറ്റ് എന്തായാലും കുഴപ്പമില്ല, വേർത്താണെന്ന് എനിക്ക് തോന്നിയത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആക്ച്വലി ഇതിനകത്ത് എന്ത് തന്നെ വന്നാലും അത് ഇവരുടെ വർക്കിനുള്ള വേർത്തായിട്ടുള്ള എഫക്റ്റ് അതിനകത്ത് കാണുന്നുണ്ട്. അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ പൈസയിലല്ലല്ലോ കാര്യം. അവർക്ക് മാത്യു ചെയ്ത എഫേർട്ട് ഇപ്പൊ നമ്മുടെ അടുത്തൊരു ഈച്ച അവിടെ പോകുന്നു ഇവിടെ പോകുന്നുണ്ട്, നമുക്ക് ആ എക്സ്പ്രഷൻ ഇടാൻ പറ്റുമോ? നമ്മൾ അവിടെ നോക്കി ഇവിടെ നോക്കി അവസാനം അത് കോങ്കണ്ണായി പോകും. മാത്യു വളരെ കറക്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു, നല്ല രീതിയിൽ അത് ഡെലിവറി ചെയ്ത് പുറത്തു വന്നു. ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് എപ്പോഴാണ് ഡെലിവറി എന്നുള്ള വാക്ക് എന്താ ഈ ഡോക്ടറുടെ ഈ ഡെലിവറി സക്സസ് ആയി നമുക്ക് വിശ്വസിക്കാം. അതായത് സക്സസ് ആയി കുട്ടി നല്ല രീതിയിൽ വളരുമോ എന്നുള്ളത് നാട്ടുകാരെ നോക്കണം. ഗൈനക്കോളജിസ്റ്റിന് ഡെലിവറി ചെയ്ത് പുറത്തെടുക്കാനേ പറ്റുള്ളൂ. ഞാൻ ഡെലിവറി ചെയ്ത് നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയെ തന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ അതിനെ വളർത്തി വലുതാക്കണം. അങ്ങനെ വന്നാൽ ഞങ്ങൾ ഇതിന്റെ 2ാമത്തെ കുട്ടിയെ കുറിച്ച് കൂടി ആലോചിക്കും. ഓക്കെ, ഡോക്ടർ എപ്പോഴും പറയുന്നത് ഞാൻ അവിടെ സർജറി ചെയ്യട്ടെ എന്നാലും ഇവിടെ ബാറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയേ. അങ്ങനെയൊന്നും പറയല്ലേ. അവിടെ കണ്ണൂർ പോകുമ്പോൾ നാട്ടുകാരെന്നെ പഞ്ഞിക്കിടും. ഞാൻ മൊത്തം ബില്ല് കൂട്ടിയിടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വളരെ തുച്ഛമായ രീതിയിൽ ഡെലിവറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഗൈനക്കോളജിസ്റ്റ് ആണ് ഞാൻ. മാർക്കറ്റിംഗ് ആയിക്കോട്ടെ.
ആഷിഖ് ഭായി എന്നോട് പറഞ്ഞേ ഒരു ദിവസം ഡോക്ടറെ ജയിലിന്റെ സീനും കൂടി അഭിനയിച്ചിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞു ആഷിക്കട്ടെ ഇത് അഭിനയിക്കാൻ തന്നാൽ നാളത്തെ ബാറ്റ് മുടങ്ങും. അയ്യോ വേണ്ട വേണ്ട, അത് നമുക്ക് പിന്നീട് സ്റ്റിച്ച് ചെയ്ത് ചേർക്കാം, ഡോക്ടർ ധൈര്യമായിട്ട് പേര് ഡെലിവറി എടുക്കുക. അപ്പം എന്തായാലും എല്ലാ ടീമിനോടും എനിക്ക് വലിയ നന്ദിയുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ഷൂട്ടിംഗ് സ്ഥലത്ത് എൻ്റെ ഷൂട്ട് ഡേയ്സിനല്ലാതെ ഞാൻ ഒരിക്കൽ പോലും വന്നിട്ടില്ല, പ്രൊഡ്യൂസർ ആണെങ്കിൽ കൂടെ. പക്ഷേ വളരെ നല്ല രീതിയിൽ അനാവശ്യമായ ഒരു ചെലവുകളും നടത്താതെ നല്ല രീതിയിൽ അത് ദിലീഷ് ഭായ് എക്സിക്യൂട്ട് ചെയ്ത്. കാരണം അങ്ങേര് ഇതിൻ്റെ പ്രൊഡക്ഷൻ പാർട്ടാണല്ലോ. അപ്പോൾ ആ ഒരു വേദന ഒരു പ്രൊഡ്യൂസർ അപ്പുറത്തുണ്ട്, ശരണ്യ ദിലീഷിൻ്റെ വൈഫ്. അപ്പം എല്ലാം നന്നായി വന്നു എന്ന് വിചാരിക്കുന്നു.